ശ്രീകുമാർ, നോക്കൂ, അവിടെയാണ് ഈ പറഞ്ഞ പ്രതീതി ഉണ്ടാക്കൽ. അതിനെന്തൊക്കെയാ ടൂൾസ് ഉപയോഗിക്കുന്നത്? നേരത്തെ പറഞ്ഞ കനകോലുവിൻ്റെ പല പരിപാടികളുണ്ട്, മാധ്യമങ്ങളുടെ സപ്പോർട്ടോടു കൂടിയുള്ള വാർത്തകൾ ഉപയോഗിക്കുന്നുണ്ട്, സർവേകൾ നമ്മൾ പലതും കണ്ടു. ആർക്കു വേണ്ടി സമയമില്ലാത്തവരൊക്കെ പല സർവേകളും ഉണ്ടാക്കുമെന്നൊക്കെ നേതാക്കന്മാർ പറഞ്ഞ പലതരത്തിലുള്ള സർവേകൾ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പ്രതീതിയാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമകാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ഇത്തരം പ്രതീതികൾ കൊണ്ട് ഈ 2-3 മാസം എങ്ങനെയെങ്കിലും കടത്തിവിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പോവുക എന്നാണ്. പക്ഷേ 2024 നിന്ന് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ കണക്കിലേക്ക് എത്തിയത് ഒരു താഴോട്ട് വരവാണ്. ഡോക്ടർ ലാലെ, ഇവിടെ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കാര്യങ്ങൾ പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ്. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി 6000 രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഏതാണ്ട് 7,000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് 5 വർഷമാണ് ആ പദ്ധതിക്ക് നഷ്ടമായത്. അല്ലെങ്കിൽ 2019 ആ പദ്ധതി ഞാൻ പറയട്ടെ, കരാറിൽ പ്രശ്നം ഉണ്ടായിട്ട് ആ കരാർ തന്നെയാണ് ഇപ്പോഴും നടപ്പാക്കിയിട്ടുള്ളത്, യാതൊരു സംശയവും വേണ്ട. അത് ഞങ്ങൾ കുറച്ച് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കരാർ തന്നെയാണ് കരാർ എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്നലെ അദാനി തന്നെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 വർഷം 6,000 കോടി രൂപയുടെ അഴിമതി, 6,000 കോടി രൂപയുടെ പദ്ധതിയിൽ 7,000 കോടി രൂപയുടെ അഴിമതി ഉന്നയിച്ച CPMൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആ അഴിമതി എന്തായാലും തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടല്ലോ. പിന്നീട് അഴിമതിയെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല, അരുൺകുമാറിനെ പോലുള്ളവരും മിണ്ടിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് 5 വർഷം നഷ്ടമായ പദ്ധതി നീണ്ടുപോയി. ഇപ്പോഴും ഒരു പ്രാഥമിക ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഒന്നും നടപ്പാക്കിയിട്ടില്ല. അതിനി അടുത്ത ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആണെങ്കിലും അടുത്ത ഗവൺമെൻറ് ഒക്കെ ആയിട്ട് നടപ്പാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, കേരയിൽ എന്ന പേര് ഇവരിട്ട മഞ്ഞക്കുറ്റികളെ ആ മഞ്ഞക്കുറ്റികൾ എടുത്തു മാറ്റാൻ കുറിച്ച് എന്താണ്? ഇതിനകം വിഴിഞ്ഞത്ത് വന്ന കണ്ടെയ്നറുകളും ഈ കപ്പലുകളും ഒക്കെ എങ്ങനെയാണ്, ഏത് കണക്കിലാണ് പെടുത്തുക? കപ്പലൊക്കെ വരും, കപ്പൽ വരാനാണല്ലോ തുറമുഖം ഉണ്ടാക്കിയത്. പക്ഷേ അത് റെയിൽ മാർഗവും റോഡ് മാർഗവും ഒക്കെ എത്തിക്കണ്ടേ? അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പൂർത്തിയായിട്ടില്ല. ഘട്ടമായിട്ടാണല്ലോ. അതെ, ആ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ 5 വർഷം നഷ്ടപ്പെടുത്തിയെന്നാ പറഞ്ഞ LDF. ആ 6,000 കോടി രൂപയുടെ അഴിമതി ആരോപണം പിന്നെ ചുമ്മൻചാണ്ടിയെ തടസ്സപ്പെടുത്തി. അപ്പൊ അന്ന് പറഞ്ഞ ആർക്കൊക്കെ ലാഭം ഉണ്ടാകുമായിരുന്നു എന്ന് അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അത് അങ്ങനെ തന്നെ പോകണമായിരുന്നു എന്നാണോ താങ്കളുടെ വാദം? അല്ല, അത് ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇവർ ശ്രമിച്ചെങ്കിലും, ഇവർ ശ്രമിക്കുകയല്ല, ഇവർ ഉന്നയിച്ചെങ്കിലും അവർക്ക് അത് വെറുതെ നുണയായിരുന്നു, വാസ്തവവിരുദ്ധമായിരുന്നു. ആ വാസ്തവവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ പദ്ധതി തടസ്സപ്പെട്ടു പോയി. വ്യക്തത വരുത്തട്ടെ, അരുൺകുമാർ അങ്ങനെയാണോ? വ്യക്തത വരുത്തിയിട്ടൊന്നും കാര്യമില്ല, പറഞ്ഞ കാര്യമല്ലേ. അല്ല, ആ വോയിസിൽ പ്രശ്നമുണ്ട്. അരുൺകുമാറിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അരുൺകുമാർ ഒന്നുകൂടി പറയണം. ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയണം. അതായത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM പറഞ്ഞ അഭിപ്രായം 100% ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കാരണം ആദ്യത്തെ 20 വർഷത്തേക്ക് 1 രൂപ പോലും ഈ ഗവൺമെന്റിന് വരുമാനമില്ല. ഇപ്പോഴെന്താ 5,600 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയിരിക്കുന്നു. കേന്ദ്രം 10% താഴെയാണ് മുടക്കിയിരിക്കുന്നത്. അതുപോലെ അദാനി മുടക്കിയിരിക്കുന്നത് നമ്മൾ മുടക്കിയതിൻ്റെ 4/1 മാത്രമാണ്. ഇത്രയധികം തുകയും അതുപോലെ ഭൗതിക സൗകര്യങ്ങളുമെല്ലാം കേരളം തന്നെ മുടക്കിയിട്ട് 20 വർഷത്തേക്ക് 1 രൂപ പോലും കേരളത്തിന് വരുമാനമില്ല. 21ാം വർഷം ലാഭത്തിൻ്റെ 1% മാത്രമാണ്. 22ാം വർഷം 2%. അങ്ങനെ 40 വർഷമാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആകെ 20% മാത്രമാണ്. 21ാം വർഷം മുതൽ 40 വർഷം തികയുന്നത് വരെ ഈ കരാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വരെ അധികാരമുണ്ട്. അത്തരത്തിലൊരു കണ്ടീഷൻ മൂലം കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് LDF അന്ന് അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി കരാറിൽ ഒപ്പിട്ടു. ആ കരാർ പുതിയ ഗവൺമെന്റിന് വേണമെങ്കിൽ മുന്നോട്ട് പോകാതിരിക്കാം. മുന്നോട്ട് പോകാതിരിക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ സ്പിരിറ്റിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുകയാണ്. ഒറ്റ വർഷവും നഷ്ടപ്പെട്ടിട്ടില്ല. 17 വർഷം മുൻപെയാണ് നമ്മൾ 2028 ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത്. ശ്രീകുമാർ, നുണ പറയുമ്പോൾ
വസ്തുതകൾ 2 ദിവസമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. 2045 പൂർത്തീകരിക്കേണ്ട പദ്ധതി 2028 പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയാണ് വർഷം നഷ്ടപ്പെട്ടു എന്ന് താങ്കൾ ശരി, എൻ. ശ്രീകുമാർ, അപ്പോൾ പറയുന്നത് അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്.